ചെറുകഥയുടെ ബാക്കി. സ്റ്റേഷനിൽ വണ്ടി നിന്നു. എങ്കിൽ ഞാനിറങ്ങാം. ബൈ. പ്ലാറ്റ്ഫോമിൽ കാത്തുനിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവ്. ഇനി വീട്, അച്ഛൻ, അമ്മ. വീട്ടിലെത്തി കുളിയും ആഹാരവും കഴിഞ്ഞപ്പോൾ അമ്മ അവളെ വിളിച്ചു. പിറ്റേന്നൊരുങ്ങേണ്ട വിഭവങ്ങൾ, അവൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ, അമ്മ എല്ലാ കാര്യങ്ങളിലും അവളുടെ അഭിപ്രായം ആരാഞ്ഞു. പകലടിഞ്ഞതോടെ ജയയുടെ മനസ്സ് ലോലമായി വന്നു. നാളെ രാവിലെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരാളുടെ മുന്നിൽ ചമഞ്ഞൊരുങ്ങി നിൽക്കാൻ പോകുന്നത്. അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. ഈശ്വരാ, എനിക്ക് രംഗം നേരിടാനുള്ള കരുത്തില്ലല്ലോ. സന്ധ്യയ്ക്ക് പക്ഷേ നടക്കാനിറങ്ങിയ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ആ വീട്ടിലെ വിളക്ക് കെട്ടു. അച്ഛൻ കൊണ്ടുവന്ന വാർത്തയിൽ വീട്ടുകാർ നടുങ്ങി, വീടു നടുങ്ങി. ചെറുപ്പക്കാരൻ വിവരം അറിയിച്ചിരിക്കുന്നു. അയാൾക്കിപ്പോൾ വിവാഹം വേണ്ടത്രേ. എന്തുകൊണ്ടെന്ന് പിന്നീട് ഒറ്റയ്ക്ക് കണ്ടപ്പോൾ അച്ഛൻ മകളോട് മാത്രമായി പറഞ്ഞു. നിനക്കാരോടോ പ്രേമമുണ്ടെന്ന് അയാൾക്ക് വിവരം കിട്ടിയത്രേ. ആ വാക്കുകളുടെ പൊരുളറിയാതെ ജയ അന്തം വിട്ടു. ഉവ്വോ മോളെ, നീ ആരെയെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ?